നമസ്കാരം. വരേടൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉൽപ്പലപത്രത്തിൻ്റെ ആകൃതിയിലുള്ള കണ്ണുകൾ ആണ് ഇന്ന് വരയ്ക്കുന്നത്. ഉൽപ്പലപത്രത്തിന് നീലയാമ്പൽ, കരിങ്കൂവളം എന്നെല്ലാം അർത്ഥങ്ങളുണ്ട്. ചുവർച്ചിത്രകലയുടെ പ്രമാണഗ്രന്ഥമെന്ന് പറയാവുന്ന ചിത്രസൂത്രത്തിൽ 5 തരം കണ്ണുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ചാപാകൃതിയുള്ള കണ്ണുകൾ പാതി അടഞ്ഞ കണ്ണുകളാണ്. അടുത്തത് മത്സ്യോദരം, മീനിൻ്റെ വയറിൻ്റെ ആകൃതിയിലുള്ള കണ്ണുകൾ. ചാപാകൃതി, മത്സ്യോദരം ഇവയെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവ കാണാത്തവർക്കായി ലിങ്ക് കമൻറ്റിൽ നൽകാം. മുഖം വരച്ചുകൊണ്ടാണ് ഞാനിവിടെ കണ്ണ് വരയ്ക്കുന്നത്. അല്പം വിടർന്ന നീളമുള്ള നയനങ്ങളാണ് ഉൽപ്പലപത്രത്തിൻ്റെ ആകൃതിയിലുള്ള കണ്ണുകൾ. കവികൾ പ്രയോഗിക്കുമ്പോൾ ഇതിന് കറുത്ത നിറമുള്ള കണ്ണുകളെന്നും ആ കണ്ണുകളുള്ളയാൾ സുന്ദരി എന്നുമൊക്കെയാണ് അർത്ഥം ലഭിക്കുക. ആദ്യം യെല്ലോ ഓക്കർ നിറം കൊണ്ട് കണ്ണുകൾ വരയ്ക്കുന്നു. പിന്നീട് അതേ നിറം കൊണ്ട് തന്നെ ഒന്ന് ഷെയ്ഡ് ചെയ്തതിന് ശേഷം പെൻസിൽ ഉപയോഗിച്ച് ഒന്നുകൂടി വരയ്ക്കുകയും ഷെയ്ഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് കറുപ്പെഴുതുക. ഭാരതീയ ചിത്രകല രേഖാപ്രധാനമാണ്, അതുപോലെ തന്നെ ഭാവപ്രധാനമാണ്. റിയലിസത്തിൽ നിന്ന്, യഥാർത്ഥത്തിൽ നിന്ന് മാറിയാണ് അത് നിലകൊള്ളുന്നത്. അതുകൊണ്ടാവാം 5 തരം നയനങ്ങളെക്കുറിച്ച് ചിത്രസൂത്രം പറയുന്നത്. മുഖം വരയ്ക്കുമ്പോൾ ആ മുഖത്ത് ഭാവം കൊണ്ടുവരാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് കണ്ണുകളിലാണെന്ന് ചിത്രകാരന്മാർക്ക് നന്നായി അറിയാം. ശാസ്ത്രീയ നൃത്തങ്ങളിലെ രൂപഭാവങ്ങളും മ്യൂറൽ ചിത്രങ്ങളിലെ രൂപഭാവങ്ങളും വളരെ പൊരുത്തമുള്ളവയാണ്. ഉൽപ്പലപത്ര നയനമെന്ന ദീർഘനയനങ്ങൾ പൊതുവെ സുന്ദരവും നിർവികാരങ്ങളുമാണ്. ഇനി യെല്ലോ ഓക്കർ കൊണ്ട് തന്നെ കണ്ണിൻ്റെ കൃഷ്ണമണിയും ഷെയ്ഡ് പെയിൻറ് ചെയ്യുകയാണ്. വീഡിയോ ചെറുതാക്കാൻ വേണ്ടി സ്പീഡ് കൂട്ടി ഇടുന്നത് കൊണ്ട് പെയിൻറ് ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല എന്ന് 1-2 കൂട്ടുകാർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് സ്പീഡ് കൂട്ടാതെ തന്നെ കൊടുത്തിരിക്കുകയാണ്. കണ്ണ് വരയ്ക്കാനേ ഉദ്ദേശിച്ചുള്ളെങ്കിലും വെറുതെ ഒന്ന് മൂക്കും ചുണ്ടുകളും ഒക്കെ ഒന്ന് വരച്ചു പോയി. മുഖമൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഒരു ഫസ്റ്റ് കോട്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇതുവരെ യെല്ലോ ഓക്കർ ഉപയോഗിച്ചാണ് വരയ്ക്കുകയും ഷെയ്ഡ് ചെയ്യുകയും ചെയ്തത്. ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒരു കടുപ്പം കൂട്ടുന്നതിനായിട്ട് ബെൻസീന എന്ന് പറയുന്ന നിറം എടുത്ത് ചാലിച്ച് അതുകൊണ്ട് വരച്ച് ഷെയ്ഡ് കൊടുക്കുകയാണ്. രണ്ടാമത്തെ കോട്ട് അങ്ങനെ ചെയ്യുകയാണ്. ബെൻസിനെ കൊണ്ടുകൂടെ വരയ്ക്കുമ്പം കണ്ണിനൊന്നുകൂടെ തെളിച്ചം വരും. അതുപോലെ കണ്ണിലെ കൃഷ്ണമണിയുടെ ആ വൈറ്റ് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ബെൻസിനെ കൊണ്ട് ഒന്നുകൂടെ നിറം കൊടുത്തെടുക്കുകയാണ്.
മ്യൂറൽ ചിത്രങ്ങളിൽ അവസാനമായിട്ട് ചെയ്യുന്നതാണ് കറുപ്പെഴുതുക എന്ന്. അതുവരെ വരച്ച വരകളിലൂടെയൊക്കെ കറുപ്പ് കൊണ്ട് ഒന്നുകൂടി മുകളിലൂടെ വരയ്ക്കും. ഏറ്റവും അവസാനം ചെയ്യുന്നത് കണ്ണിന് കറുപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിക്കുമൊക്കെ കറുപ്പ് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ മ്യൂറൽ ചിത്രങ്ങളിൽ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്നത്. കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് നിറം കൊടുക്കുന്നതോടുകൂടി ചിത്രത്തിന് ജീവൻ വെച്ചു എന്നാണ് മ്യൂറൽ കലാകാരന്മാർ കരുതുന്നത്.